ഹായ്, ഞാൻ 1 മിനിറ്റ് കാണിച്ച് കൊതിപ്പിച്ച് പോകാൻ വന്നതല്ല കേട്ടോ. ഇന്ന് എല്ലാ സാരിയും ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ആർമി ചെക്കിന്റെ ഒരു 15 കളറ് ഞാൻ കഴിഞ്ഞ ദിവസം 1 മിനിറ്റ് ഇട്ടിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് കളേഴ്സ് കാണാം. 880 ആണ് സാരിയുടെ പ്രൈസ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് വൺ യെല്ലോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ ഞാനെങ്കിലും ഒന്ന് കാണാത്തവർ കുറേ പേര് ചോദിച്ചിരുന്നു ഓപ്പൺ ചെയ്ത് കാണിക്കുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണത്. ഒരെണ്ണം നമുക്ക് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ചെക്ക് ഡിസൈനും 2 സൈഡും ഒരു രുദ്രാക്ഷം ടൈപ്പ് വരുന്ന ജെറിയുടെ വർക്കുമാണ്. ഇതൊരിക്കലും കറുത്ത് പൂവ് ചുരുണ്ട് കയറുക ചെയ്യുന്ന മെറ്റീരിയൽ അല്ല. ആർമി ചെക്കാണ് സാരി വന്നിട്ടുള്ളത്. ഇതുപോലെ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു പല്ലുവാണ് സാരിക്ക് കൊടുത്തിട്ടുള്ളത്. റണ്ണിങ്ങിൽ തന്നെയാണ്. സെയിം ഡിസൈനിൽ വരുന്ന ബ്ലൗസാണ്. ടാസിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. 880 രൂപയാണ് പ്രൈസ്. നിങ്ങൾക്ക് വീട്ടിൽ മറ്റേ വാഷ് ചെയ്ത് ഹാൻഡ് വാഷോ മിഷൻ വാഷോ എന്തായാലും പ്രശ്നമില്ല. വാഷ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് സ്റ്റാർച്ചും കൂടി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ കിടക്കുന്ന രീതിയിൽ, ഇപ്പോൾ സ്റ്റാർച്ച് ഇല്ലാത്ത പോലെയാണ് കേട്ടോ, വേണമെങ്കിൽ ചെറുതായിട്ട് സ്റ്റാർച്ചിങ് കൂടി ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് പീക്കോ ഗ്രീൻ ആണ്. സെയിം ഡിസൈൻ തന്നെയാണ് ബോഡി പാർട്ടിലൊക്കെ പോയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ പല്ലു. റണ്ണിങ്ങിലാണ് വിത്ത് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് വന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സാരിയെ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ആർമി ചെക്ക് സാരിയെ കൊണ്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള സാരിയെ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. 2 ലൈനായിട്ട് നമ്മുടെ സൈഡിൽ കാണുന്ന കസവ് ബോർഡർ, ഇത് മുന്താണിയുടെ പാർട്ട് കൊണ്ടാണ് ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. ഇതേപോലെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഔട്ട്ഫിറ്റ് ആയിട്ടും കൂടി യൂസ് ചെയ്യുക. അതായത് സാരി ഉടുക്കാത്ത കുറേ പേരുണ്ടാവാം. എങ്കിലും ഈ ഒരു സാരി കാണുമ്പോൾ എല്ലാവരുടെ കയ്യിലും ആ ഒരു സാരീസ് വരുമ്പോൾ നമുക്കത് എന്താ ചെയ്യാന്നുള്ള ചിന്തയുള്ളവരുണ്ടാവാം. അപ്പോൾ ചുരിദാറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ്. ഞാൻ ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നല്ല ലോങ് കുർത്തയായിട്ട് വേണമെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയിട്ടാണത്. ഇതൊരു പിസ്ത ഗ്രീനിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ചെക്സ്, 2 സൈഡും ആ ഒരു ഗോൾഡന്റെ ജെറി വർക്ക്, ഈ ഒരു പാറ്റേണിൽ പല്ലു. പ്രൈസ് വരുന്നത് 880 ആണ്. ഒരു ഡാർക്ക് കോഫിയാണ് കേട്ടോ. ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന കോഫിയാണ് ഷെയ്ഡ് വരുന്നത്. നമുക്ക് ബ്ലാക്ക് വേറെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ അയക്കുമ്പോൾ ചെറിയ ഡിഫറൻസ്, വളരെ നേരിയ ഡിഫറൻസേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ആണോ അതേപോലെ കോഫി ആണോ എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തോളൂ. ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ബോഡി പാർട്ടും അതിൻ്റെ ബോർഡറും പല്ലു. ഈ ഒരു ഡിസൈനിൽ 880 തന്നെയാണ് സാരിയുടെ പ്രൈസ്. നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ല ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു ചോയ്സാണ്. സെയിം ഡിസൈൻ തന്നെയാണ്. 880 പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നത്. നല്ലൊരു വാടാർമല്ലി ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു കളറിൽ പെട്ടൊന്നാണ് ഈ ഒരു വാടാർമല്ലി ഷെയ്ഡ് വരുന്നത്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം. ഇതുപോലെയാണ് അതിൻ്റെ പല്ലു. 880 തന്നെയാണ് പ്രൈസ്. ഇലക്ട്രിക് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ബോഡി പാർട്ട് ഇതുപോലെ, പല്ലു ഈ ഒരു പാറ്റേണിൽ. ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കസവിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കാരണം ഇത് കറുത്ത് പൂവ് നരക്കി ചുരുണ്ട് കയറ് ഒന്നും ചെയ്യാത്ത കസവാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കുറച്ച് പ്രാവശ്യം സാരി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്കേർട്ടായിട്ടോ ടോപ്പായിട്ടോ ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ പാർട്ട് വരുന്നത്. റണ്ണിങ്ങിലാണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂണോ ഓറഞ്ചോ ഒക്കെ നമുക്ക് ബ്ലൗസ് പെയർ ചെയ്യാം. ഇതുപോലെയാണ് ബോഡി പാർട്ട് വരുന്നത്. പല്ലു ഈ ഒരു പാറ്റേണിൽ. വളരെ ഭംഗിയായിട്ടുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബോർഡറിന് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ കണ്ട രുദ്രാക്ഷം ബോർഡറിന് വെച്ചിട്ട് കുറച്ച് വേറിട്ടൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് ബോഡി. ഈ ഒരു പാറ്റേണിലാണ് പല്ലു വരുന്നത്. പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ബോഡി പാർട്ട്. ഇതും നമ്മൾ തൊട്ട് മുന്നേ കണ്ട പോലെ ചെറിയ ഒരു ഡിഫറൻസ് അതിൻ്റെ ആ ഒരു കസവിൻ്റെ കരയ്ക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് അതിൻ്റെ പല്ലു. റണ്ണിങ്ങിലാണ് വിത്ത് ബ്ലൗസ്. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു വയലറ്റ് ആണ് ഷെയ്ഡ് വരുന്നത്. നല്ല ഓറഞ്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ബ്ലൗസ് ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാം. ഇതിന് സെയിം ബ്ലൗസ് തന്നെയാണ് വരുന്നത് റണ്ണിങ്ങിൽ. ഇതുപോലെയാണ് അതിൻ്റെ പല്ലു. ഷെയ്ഡ് നേവി ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിനും നമുക്കൊരു കരിഞ്ചോപ്പൊക്കെ ബ്ലൗസ് ഇട്ടിട്ടും വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതുപോലെയാണ് അതിൻ്റെ ബോർഡർ, പല്ലു. ഒരു ഇലപ്പച്ചയാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ്. ബോഡി പാർട്ട് ഈ ഒരു
ഫുൾ ചെക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. ചെറിയ ചെക്സ് ആണ് കേട്ടോ എല്ലാ സാരിയിലും കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളൊരു പല്ലു പാർട്ട് ടാസിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. റണ്ണിങ്ങിലാണ് വിത്ത് ബ്ലൗസ്. ഇത്രയാണ് ഇന്നത്തെ കളക്ഷനിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്